പെൺകുട്ടികളെ, നിങ്ങൾ കെട്ടുവാണെങ്കിൽ പ്രായമായ അച്ഛനും അമ്മയും ഉള്ള ഒരു ചെക്കനെ തന്നെ കെട്ടണം. 5 തിരിയിട്ട നിലവിളക്കം പിടിച്ച് വലതുകാല് വെച്ച് ആ വീടിന്റെ പടി കയറുമ്പോഴേ മനസ്സിലൊരു 100 വട്ടം പറഞ്ഞുറപ്പിക്കണം, ഇവരെന്റെ അമ്മയും അച്ഛനുമാണെന്ന്. കുട്ടിയെ കൊണ്ട് കറങ്ങാൻ പോട ചെക്കാന്ന് അമ്മ കെട്ടിയവന് ശാസിക്കുമ്പോ ഇവർ രണ്ടാളുമില്ലാതെ ഞാനെങ്ങോട്ടുമില്ലെന്ന് ഭർത്താവിനോട് പരിഭവിക്കണം. നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നിടത്ത് അച്ഛൻ പണ്ട് കാലത്തെ കഥകളും പറഞ്ഞുകൊണ്ട് എത്തുമ്പോഴേക്കും അവരെവിടെ കൊച്ചു വർത്തമാനം പറയട്ടെ, നിങ്ങളിങ്ങോട്ട് വാ മനുഷ്യ, അമ്മ ഒച്ചയെടുക്കാൻ തുടങ്ങും. അപ്പോഴാ അമ്മയുടെ കൈ പിടിച്ച്, നിങ്ങൾക്ക് കേൾക്കാൻ പാടില്ലാത്തതൊന്നും ഞങ്ങൾക്ക് പറയാനില്ല അമ്മേ എന്നൊറ്റ വാചകത്തിലൂടെ അമ്മയുടെ മനസ്സിലുള്ള മരുമകൾ സങ്കല്പത്തെ പാടെ ഇല്ലാതാക്കണം. കെട്ടിയോൻ ചിലവിനേൽപ്പിക്കുന്ന തുകയിലെ തുച്ഛമായ ഭാഗം മതിയാകും പുതിയൊരു നേരിയതിനും മുണ്ടിനും ഒക്കെ. അത് വാങ്ങി അവരുടെ കയ്യിലേക്ക് വച്ചു കൊടുക്കുമ്പോ ആ കണ്ണുകളിൽ നിറയുന്ന കണ്ണുനീരിന്റെ തിളക്കം കണ്ട് 100 കോടി പുണ്യം നേടണം. മകനു വേണ്ടി ജീവിതസുഖം ത്യജിച്ചവർക്ക് ആവുന്ന കാലത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നിടത്തൊക്കെ ഒന്ന് കൊണ്ടുപോകണം. 2 ഓൾഡ് പീസ് വീട്ടിലുണ്ടല്ലോടി, ന്യൂ ജനറേഷൻ കൊച്ചമ്മമാർ പറഞ്ഞു പരിഹസിക്കുമ്പോ, നിങ്ങൾക്കൊന്നും ദൈവം വിധിച്ചിട്ടില്ലാത്ത ഭാഗ്യമാണ് ഇവരിലൂടെ എനിക്ക് ലഭിച്ചതെന്ന് തലയുയർത്തി അഭിമാനത്തോടെ പറയണം. പരിഭവങ്ങളെക്കാൾ കൂടുതൽ സന്തോഷങ്ങൾ മാത്രം പങ്കുവെച്ച് മകനേക്കാളും കൂടുതൽ അവരെ സ്നേഹം കൊണ്ട് പൊതിയണം. 10 ദിവസത്തേക്കിന് സ്വന്തം വീട്ടിലേക്ക് താൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോ, ആ കിളുക്കാമ്പട്ടി പെണ്ണ് പോയപ്പോ വീടുറങ്ങിയടി അച്ഛൻ ഉമ്മറത്തിരുന്ന് പറയുന്നുണ്ടാവും. വേഗം പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വാടാ, അമ്മ നെടുവീർപ്പിടുന്നുണ്ടാവും. എങ്കിൽ ഉറപ്പിക്കുക, നീ അവർക്ക് മരുമകളല്ല, മകളാണ്. പിന്നീട് ഒരു നാൾ വരാന്തയിലെ വെറ്റില മുറുക്കുന്ന അവരുടെ മുന്നിലേക്ക് കെട്ടുവിനെ തള്ളിയിട്ട് അയാളെ കൊണ്ട് പറയിപ്പിക്കണം, അച്ഛനും അമ്മയ്ക്കും താലോലിക്കാൻ ഒരു പൊന്നുകുടം വരുന്നുവെന്ന് ജന്മം നൽകിയ കുഞ്ഞിന് ബുദ്ധിയുറക്കുന്ന പ്രായമാകുമ്പോഴേ കാട്ടിക്കൊടുക്കണം. ക്ഷേത്രത്തിലുള്ളതല്ല, നമ്മുടെ വീട്ടിലുള്ള പ്രായമായ മാതാപിതാക്കളാണ് നമ്മുടെ ദൈവങ്ങളെന്ന് അവൻ അല്ലെങ്കിൽ അവൾ ആ നല്ല പാഠം കേട്ടു വളരട്ടെ. നാളെ ഒരു ഭാര്യ ഒരു മരുമകളായി തീരുമ്പോൾ സുമുഖനായ ഭർത്താവിനേക്കാളും അയാൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ അവൾ സ്നേഹിക്കട്ടെ, ബഹുമാനിക്കട്ടെ. അഞ്ജു സുജിത്തിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയ അൻഷാദ് അലി.